തൃണമൂലിന് വീണ്ടും തിരിച്ചടി. 440 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 3 ബാങ്ക് അക്കൌണ്ടുകളിലെ 440.42 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചു. വിമത MLA-മാരുടെ പരാതിയിലാണ് നടപടി. ബാങ്ക് അക്കൌണ്ടുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ്, നിയമവിരുദ്ധമായ ധനസമാഹരണം, സംശയാസ്പദമായ ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസിലാണ് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത്. കേസിൽ വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കെയർവെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുമായി ബന്ധപ്പെട്ട 5 സ്ഥാപനങ്ങൾ ED റെയ്ഡ് ചെയ്തിരുന്നു. 2023 ഏപ്രിൽ മുതൽ 2026 ജൂൺ വരെ TMC അക്കൌണ്ടുകളിൽ നിന്ന് ഏകദേശം 160 കോടി രൂപ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്പനിയിലേക്കും കൈമാറ്റം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കെയർവെൽ ഏവിയേഷൻ കമ്പനി ഈ കാലയളവിൽ 829.6 മില്യൺ പുതിയൊരു അനുബന്ധ കമ്പനിക്ക് കൈമാറി. ഈ പണം ഉപയോഗിച്ച് വിമാനങ്ങളും അഗസ്റ്റ ഹെലികോപ്റ്ററും വാങ്ങി. ഈ വിമാനങ്ങൾ TMCക്ക് പാട്ടത്തിന് നൽകിയതായി ED ആരോപിച്ചു. ഇവ വാങ്ങുന്നതിന് ഉപയോഗിച്ച ഫണ്ട് TMCയുടേതാണെന്നാണ് ആരോപണം. ഈ മുഴുവൻ ഇടപാടിന്റെയും യഥാർത്ഥ ഗുണഭോക്താക്കളുടെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് ED പറയുന്നു. പാർട്ടിയിലെ വിമത MLA-മാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഈ നിർണായക നടപടി. അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നിലെ കാരണങ്ങൾ ഇവയാണ്. 2023 ഏപ്രിൽ മുതൽ 2026 വരെയുള്ള കാലയളവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അക്കൌണ്ടുകളിൽ നിന്ന് ഏകദേശം 160 കോടി രൂപ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും കൈമാറിയതായി ED കണ്ടെത്തി. ഹെലികോപ്റ്റർ വാങ്ങൽ. ഈ പണം ഉപയോഗിച്ച് പുതിയ അനുബന്ധ കമ്പനികൾ വഴി വിമാനങ്ങളും അഗസ്റ്റ ഹെലികോപ്റ്ററും വാങ്ങിയതായി അന്വേഷണ സംഘം ആരോപിക്കുന്നു. പാട്ടത്തിന് നൽകൽ. ഇത്തരത്തിൽ വാങ്ങിയ വിമാനങ്ങൾ പിന്നീട് TMCക്ക് തന്നെ പാട്ടത്തിന് നൽകുകയായിരുന്നു. ഈ ഇടപാടുകൾക്ക് ഉപയോഗിച്ച പണം പൂർണ്ണമായും TMCയുടേതാണെന്ന് EDയുടെ കണ്ടെത്തൽ. റെയ്ഡുകൾ. കേസിന്റെ ഭാഗമായി കെയർവെൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 5-ലധികം സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. നിയമവിരുദ്ധമായ ധനസമാഹരണം, സാമ്പത്തിക തട്ടിപ്പുകൾ, സംശയാസ്പദമായ പണമിടപാടുകൾ എന്നിവയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ED അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ പാർട്ടി വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഈ സാമ്പത്തിക തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ വലിയ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് പശ്ചിമബംഗാളിലെ ബിധാനഗർ സൈബർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഒരു സൈബർ തട്ടിപ്പ് കേസാണ്. വൻകിട സൈബർ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം തൃണമൂൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റിയെന്ന പരാതിയിലാണ് പോലീസ് FIR ഇട്ടത്. ഇതിന്റെ പണമിടപാടുകൾ പിന്തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം ഏറ്റെടുത്തത്. വിമാനങ്ങളും ഹെലികോപ്റ്ററും വാങ്ങിയ വഴികൽക്കട്ടയിലെ കെയർവെൽ ഏവിയേഷൻ എന്ന സ്വകാര്യ ചാർട്ടേഡ് വിമാന കമ്പനി വഴി പാർട്ടി ഫണ്ട് വകമാറ്റിയതായി ED വ്യക്തമാക്കുന്നു. TMC തങ്ങളുടെ അക്കൌണ്ടുകളിൽ നിന്ന് 160 കോടി രൂപ ഈ ഏവിയേഷൻ കമ്പനിയിലേക്ക് കൈമാറി. ഈ തുക ഉപയോഗിച്ച് കമ്പനി ഒരു എംബ്രായർ ലെഗസി 600 ലക്ഷറി ബിസിനസ് വിമാനവും ഒരു അഗസ്റ്റ 109 ഗ്രാൻഡ് ഹെലികോപ്റ്ററും വാങ്ങി. കൂടാതെ ഹെലികോപ്റ്റർ വാങ്ങാനായി 2023 വിദേശത്തെ കേമാൻ ദ്വീപുകളിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് $17 ലക്ഷം ഈ കമ്പനി വഴി വായ്പയായി ഒപ്പിച്ചു നൽകിയതായി ED കണ്ടെത്തിയിട്ടുണ്ട്. വാടകയുടെ പേരിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ പാർട്ടിയുടെ സ്വന്തം പണം നൽകി വാങ്ങിയ ഈ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പിന്നീട് തൃണമൂൽ കോൺഗ്രസ് തന്നെ വാടകയ്ക്ക് നൽകുന്നതായി വ്യാജരേഖകൾ ചമച്ചു. ഒരു പ്രമുഖ തൃണമൂൽ നേതാവിന്റെ യാത്രാ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. വിമാനത്തിന്റെ വാടക എന്ന പേരിൽ പാർട്ടി അക്കൌണ്ടുകളിൽ നിന്ന് വീണ്ടും കോടിക്കണക്കിന് രൂപ ഏവിയേഷൻ കമ്പനിയിലേക്ക് ഒഴുക്കി കള്ളപ്പണം വെളുപ്പിച്ചതായാണ് കണ്ടെത്തൽ. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ വലിയ പിളർപ്പ് നടക്കുകയാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും നിലവിലെ പ്രതിപക്ഷ നേതാവായ ഋതപത്ര ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗവും തമ്മിൽ ഈ അക്കൌണ്ടുകളുടെ അവകാശത്തിനായി കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നുമുണ്ട്. ഈ ആഭ്യന്തര തർക്കത്തിനിടയിലാണ് EDയുടെ അക്കൌണ്ട് മരവിപ്പിക്കൽ നടപടി. EDയുടെ ഈ നടപടി പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത്. തങ്ങളുടെ വരുമാനങ്ങളും സംഭാവനകളും കൃത്യമായി ഇലക്ഷൻ കമ്മീഷനും ആദായ നികുതി വകുപ്പിനും സമർപ്പിച്ചിട്ടുള്ളതാണെന്നും രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും പാർട്ടി ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.